നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നത് സ്കിൻ വൈറ്റനിങ്ങിന് പറ്റിയ ഒരു പാക്കാണ്. എല്ലാവരും പറയാറുണ്ട് ആദ്യമൊക്കെ നല്ല കളർ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊക്കെ കളർ പോയിരിക്കുകയാണ്, മുഖം പല കളറാണ്, അങ്ങനെ പറയണ ഒരുപാട് പേരുണ്ട്. കോളേജ് കുട്ടികളാണെന്ന് വെച്ചാലും സ്കൂൾ കുട്ടികളാണെന്ന് വെച്ചാലും ഒരു എന്താ പറയുക, ഒരു 12 വയസ്സ് നമുക്കൊരു 8ാം ക്ലാസ് തൊട്ടിട്ടുള്ള കുട്ടികൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ്. വെയിൽ കൊണ്ടു അവർക്കും ടാനാണ് മുഖത്ത് അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളില്ലേ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ആണെച്ചാലും ഇത് നിങ്ങൾക്ക് ആ ടാൻ മാറ്റാനും നിങ്ങളുടെ ആ പഴയ കളർ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇവിടുത്തെ ഹിന്ദിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്. സ്കിൻ നല്ലപോലെ വെളുക്കാൻ സഹായിക്കും. മെയിനായിട്ട് ടാൻ പൂർണ്ണമായും മാറും. അതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്, എന്താ ചിലവർ ടാൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി നിർത്തുമല്ലോ, അപ്പോൾ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പിന്നെയും ടാൻ വരും. അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുക. അത് ആദ്യം ആവശ്യം അതാണ്. നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അപ്പം നമ്മൾ എവിടെ പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള പാക്കുകളും കൂടി ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ പോയ കളറിനെ തിരിച്ചു കൊണ്ടുവരാനും അതിനെ നിലനിർത്തി കൊണ്ടുപോകാനും ഒന്ന് കൂടുതലുള്ളൂ കളറ് കുറഞ്ഞു എന്നുള്ളൊരു പരാതി ആരും പറയില്ല. അത്ര നല്ലൊരു പാക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ആകെ 2 ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. ഇത് വെച്ച് നിങ്ങളുടെ മുഖത്തിന് ആദ്യം ഒരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തതിന് ശേഷം പാക്ക് ഇടുക. അപ്പം ഞാൻ ഇന്ന് തൊട്ട് നമ്മുടെ വിഷു വരെ ഒരു സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോയിൽ ഞാൻ എന്താണ് നമ്മുടെ സ്കിന്നിന് ഒരു ഹെൽത്തി സ്കിന്നാക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങളുടെ സ്കിന്നിലെല്ലാം നല്ല മാറ്റം ഉണ്ടാവും. മുഖത്തത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ, മെലാസ്മ മാറാൻ, മുഖക്കുരു വന്ന പാടുകൾ മാറാനും, മുഖം നല്ല കളർ വരാനും, ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ അത് മാറാനും, ബ്ലാക്ക് സ്പോട്ട്, അതുമാതിരി തന്നെ ഡാർക്ക് ബ്രൗൺ സ്പോട്ട്, അങ്ങനെ പലരുടെയും മുഖത്ത് പല എന്താ പറയുക പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം മാറാൻ പറ്റണം. നല്ല ഒരു എന്താ പറയുക ഒരു നമുക്ക് ഇനിയിപ്പോൾ ഒരു 14-ാം തീയതിയാണ് നമ്മുടെ വിഷു. നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസം കിട്ടുന്നുണ്ട്. നമുക്ക് 10, 16, 17 ദിവസത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്. സ്കിൻ നല്ലപോലെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. അത്രയ്ക്ക് നല്ലൊരു ചാലഞ്ചുമായിട്ടാണ് വന്നിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നാളെ കണ്ട് അലച്ച് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് അവിടെ നിന്ന് തൊട്ടിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ബാക്കി ഞാൻ നാളെയാണ് ഇടുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് സ്റ്റെപ്പായിട്ട് മുഖത്തിനെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 15 ദിവസം കൊണ്ട് നിങ്ങളുടെ സ്കിന്നിനെ ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റിയ നല്ല നല്ല പാക്കുകളായിട്ടാണ് ഞാൻ വരുന്നത്. ചില പാക്കുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ പാക്കുകളും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ നല്ല ഒരു എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ട് നല്ലപോലെ എന്താ പറയുക പാടുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു മുഖമാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം സ്കിൻ കെയർ ചാലഞ്ച്. താല്പര്യമുള്ളവർക്കെല്ലാം എൻ്റെ കൂടെ കൂടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കിയിട്ടൊന്നല്ലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിട്ട് എൻ്റെ പേര് ദീപ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വെച്ചു. ഇനി നമുക്ക് ആവശ്യം തക്കാളിയാണ്. തക്കാളി നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു കൊണ്ട് വന്നാൽ ഏറ്റവും നല്ലതാണ്. അല്ലെച്ചാൽ നിങ്ങൾക്ക് ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുക വെച്ചാൽ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുക, മിക്സിയിൽ അരച്ചൊഴിക്കുക, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത്തിരി ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. നമുക്കിതിൻ്റെ ജ്യൂസ് ഇപ്പോഴേക്ക് ആവശ്യത്തിന് ജ്യൂസ് നമുക്ക് എടുക്കാം. ഒരു അരത്തക്കാളിയോളം മതി, ഒരു തക്കാളി നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഇത്രയും തക്കാളി ജ്യൂസ് മതി. ഇപ്പോൾ നമുക്കൊരു ബൗൾ വയ്ക്കാം. ബൗളിലേക്ക് നമുക്ക് ആവശ്യം മുൾത്താനി മിട്ടിയാണ്. മുൾത്താനി മിട്ടി ഇടാം. മുൾത്താനി മിട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലേക്ക് ആട്ട ചേരുമെങ്കിൽ നിങ്ങൾക്ക് ആട്ട എടുക്കാം. മുൾത്താനി മിട്ടിക്ക് പകരം ആട്ടയിലും റിസൾട്ട് ഉള്ളതാണ്. എൻ്റെ സ്കിന്നിലേക്ക് മുൾത്താനി മിട്ടി ഇത്രയും കൂടി നല്ലതായിട്ട് തോന്നിയത്. അതുകൊണ്ട് മുൾത്താനി മിട്ടി നമുക്കൊരു ടേബിൾ സ്പൂൺ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണ് തേങ്ങാപ്പാൽ ഒഴിക്കുക. 1 സ്പൂൺ മാത്രമേ തേങ്ങാപ്പാൽ വേണ്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം തക്കാളി ജ്യൂസ്. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് തക്കാളി ജ്യൂസ്. തക്കാളി നമ്മൾ എപ്പോഴും മുഖത്ത് തേക്കുന്നത് നമ്മുടെ സ്കിന്നെ ഒന്ന് ക്ലിയർ ആവാൻ നല്ലപോലെ സഹായിക്കുന്നതാണ്. നല്ലപോലെ സ്കിൻ ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെ തേങ്ങാപ്പാലും നമ്മുടെ സ്കിന്നിലെ എന്താ പറയുക നമ്മുടെ സ്കിന്നൊന്ന് കളറ് വരാൻ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് തേങ്ങാപ്പാൽ മുഖം വെളുക്കാൻ, ശരീരം മൊത്തം വെളുക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. തേങ്ങാപ്പാലും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുൾത്താനി മിട്ടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്നതാണ്. ഇനി ഓയിലി സ്കിന്നുകാർക്ക് മുൾത്താനി മിട്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തേങ്ങാപ്പാലും നമ്മുടെ സാധാരണ പാലും മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് എന്താ പറയുക മിക്സ് ചെയ്താൽ മതി കേട്ടോ. തേങ്ങാപ്പാലും നമ്മുടെ സാദാ പാലും പശുവും പാലും ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇത് നിങ്ങൾ ആഴ്ചയിലൊരു
3 വട്ടം എന്ന് വെച്ചാൽ ഓരോ ദിവസം ഇടവിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ എത്ര പ്രോബ്ലം ഉള്ള സ്കിന്നും കറുത്ത് ടാനടിച്ച് ആദ്യം കളർ ഉണ്ടായിരുന്നു ഇപ്പോൾ കളറേ ഇല്ലേ മുഖത്തിന് എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരില്ലേ, അവർക്ക് കളർ വരാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു പാക്കാണിത് കേട്ടോ. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ആകെ ഒരേ ഒരു ഇൻഗ്രീഡിയൻസാണ് വേണ്ടുള്ളൂ, മുൾത്താനി വെട്ടി ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ആട്ട ചേരുമെങ്കിൽ സ്കിന്നിലേക്ക് ചേരുക വെച്ചാൽ ആട്ട എടുക്കാം കേട്ടോ. ഇത് രണ്ടും നല്ല റിസൾട്ടാണ് തരിക. ആട്ട ഞാൻ ഉപയോഗിക്കാത്ത എൻ്റെ സ്കിന്നിലേക്ക് അത്ര ചേരില്ല, അതുകൊണ്ടാണ് ഞാൻ ആട്ട ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു മസാജ്, ചെറിയൊരു മസാജ് കൊടുക്കുക. ഇത് എന്താ അലച്ച നമുക്ക് ആ ഒരു സ്കിന്നിലേക്ക് ആ ഒരു പാക്കിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു മസാജ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഒരു 2 മിനിറ്റിൻ്റെ 3 മിനിറ്റിൻ്റെ മസാജ് ചെയ്താൽ മതി. നമ്മൾ ഡെയിലി മസാജ് ചെയ്യുക കാരണം തന്നെ എന്ന് വെച്ചാൽ നമ്മൾ പാക്ക് ഇടുമ്പോൾ ചെറിയൊരു മസാജ് കൊടുക്കാറുണ്ടല്ലോ, അങ്ങനെ മസാജ് കൊടുക്കുക കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഒരു 2 മിനിറ്റിൻ്റെ 3 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുക്കുക. അതിന് ശേഷം പാക്ക് ഇടുക. ഇതിപ്പോൾ നിങ്ങൾ കുളിക്കണതിന് മുമ്പാണ് നിങ്ങളിത് ചെയ്യണമെന്ന് വെച്ചാൽ കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ശരീരത്തെ മൊത്തം ടാന് പോകാൻ നിങ്ങളിത് സഹായിക്കുന്നതാണ്. മുൾത്താനി വെട്ടി ഇവിടുത്തെ ഹിന്ദിക്കാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഞങ്ങൾക്ക് ഇവിടെ കട്ടയായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും, പിന്നെ പൊടിച്ചെടുത്ത് വയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഓൺലൈൻ വഴി വാങ്ങിയതാണ്, നമ്മൾക്ക് പൊടിയായിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മുൾത്താനി വെട്ടി പറഞ്ഞത് ഒരു മണ്ണാണേ. ആദ്യമൊക്കെ എനിക്കും അറിയില്ല ഇത് മണ്ണായിരുന്നു എന്നുള്ളതും, പിന്നെ കട്ടയായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ ഇത് മണ്ണാണോ എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ സ്കിന്നിക്ക് ഒരു ദോഷവും ചെയ്യാത്ത സാധനമാണ്. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് മുൾത്താനി വെട്ടി ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചത് കേട്ടോ. ഇപ്പോൾ എൻ്റെ മുഖത്ത് മൊത്തം ഞാനൊരു 2 മിനിറ്റിൻ്റെ മസാജ് കൊടുത്തു. ഇനി നമുക്ക് ഈ പാക്കൊന്ന് നല്ല കട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മുഖത്തിട്ടിട്ട് 15 മിനിറ്റ് ആയിട്ടോ, നല്ലപോലെ ടൈറ്റായി വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കുക. ഞാനത് കഴുകിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ മുഖം കഴുകിയിട്ട് വന്നു. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ടാന് മാറുന്നു. ഞാൻ പറഞ്ഞത് നല്ല അടിപൊളിയായിട്ട് കേട്ടോ ടാന് മാറിയിരിക്കണത്. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 4-ാം തീയതി വിഷു ആണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാലഞ്ചിൽ എല്ലാവരും ചേരണം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയതൊക്കെ ഒന്ന് അറിയിക്കുക. നാളെ നമുക്ക് വേറൊരു നല്ലൊരു പാക്കുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.